നമസ്കാരം സാർ. നമസ്തേ. സാർ, ഇന്ന് ഭാരതം ഒരു അനിഷേധ്യ ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 195 രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഭാരതം 5-ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ 5-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയത് വെറുതെയല്ല. വലിയ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചും വലിയ മാറ്റങ്ങൾ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വരുത്തിയും ഒക്കെയാണ്. വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് നമ്മളിവിടെ എത്തിയത്. നിസ്സാരമല്ല അത് 90കളിൽ ആരംഭിച്ച ഒരു സാമ്പത്തിക പരിഷ്കരണം. 91-ലെ നരസിംഹറാവു സർക്കാരാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയി വലിയ രീതിയിൽ ഇന്ന് മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് ലഘുവായിട്ട് ലളിതമായിട്ട് സാറിന് ആ ഒരു ചരിത്രം 90കളിൽ ആരംഭിച്ച ഭാരതത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണം ഒന്ന് ചർച്ച ചെയ്യാമോ? കാരണം അതിനിപ്പോൾ ഒരു ആവശ്യകതയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. സാർ അതിനെക്കുറിച്ചൊന്ന് തുടങ്ങിയാൽ നമുക്കത് ബാക്കി കാര്യങ്ങൾ അതിലേക്ക് വിശദമായിട്ട് വരാം. വളരെ ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണിത്. 90കളിൽ 91-ൽ PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു വിസ്ഫോടനത്തിൻ്റെ വക്കിലാണ്. ദി എഡ്ജ് ഓഫ് എക്സ്പ്ലോഷനാണ് പറഞ്ഞത്. നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ തൊട്ടയൽപക്ക രാജ്യമായ ശ്രീലങ്കയിൽ കണ്ടതാണ്. സാമ്പത്തികമായി തകർന്നപ്പോൾ പ്രസിഡന്റ് രാജ്യം വിടുന്നു, പ്രസിഡന്റിൻ്റെ കസേരയിൽ ആളുകൾ കയറിയിരുന്ന് സെൽഫി എടുക്കുന്നു. ഇതാണ് ഉണ്ടാകുന്ന അരാജകാവസ്ഥ, അനാർക്കി. 91-ൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയാം. നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മി GDPയുടെ 3.1% ആണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് കമ്മി, കറണ്ട് അക്കൗണ്ടിലെ കമ്മി, ഡെഫിസിറ്റ് GDPയുടെ 3.1% ആണ്. അതിൻ്റെ അർത്ഥം കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് സാമഗ്രികൾ കയറ്റി അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പണം സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണ്. വിപുലമായ അർത്ഥമുണ്ട്. ഞാൻ ലളിതമായ ഒരു വർക്കിംഗ് ഡെഫിനിഷനാണ് പറയുന്നത്, ലളിതമായ ഒരു നിർവചനമാണ് പറയുന്നത്. ഇതിൽ കിട്ടുന്ന പണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള പെട്രോളിയം തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ, പെട്രോളിയം കൊണ്ടുവന്നാണ് റിഫൈൻ ചെയ്ത് പെട്രോൾ, ഡീസൽ, നാഫ്തയൊക്കെ മാറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ കയറ്റുമതി ചെയ്ത് ഈ കറണ്ട് അക്കൗണ്ടിൽ നമ്മുടെ കയ്യിൽ പണം വേണം. നമുക്ക് കയറ്റുമതി ചെയ്താലേ കറണ്ട് അക്കൗണ്ടിൽ പണം കിട്ടൂ. കയറ്റുമതി ചെയ്യണമെങ്കിൽ നമ്മളൊരു സാമ്പത്തിക ശക്തിയായിരിക്കണം, ഒരു സാങ്കേതികമായി ഉയർന്ന ശക്തിയായിരിക്കണം. നമുക്ക് ഈ 91 പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 44 വർഷം കഴിഞ്ഞു. നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും ഉയർന്നിട്ടില്ല. നമുക്ക് കയറ്റുമതി ചെയ്യാൻ കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കയറ്റുമതി ചെയ്ത് നമുക്ക് പണം നമ്മുടെ കറണ്ട് അക്കൗണ്ടിലില്ല. അപ്പോൾ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ നിത്യോപയോഗ സാധനങ്ങളായ പെട്രോളിയം തുടങ്ങിയ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കറണ്ട് അക്കൗണ്ടിൽ പണമില്ല. ഈ ഷോർട്ടേജിനെ, ഈ അപര്യാപ്തതയാണെന്ന് വിളിക്കുന്നത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ടിലെ അപര്യാപ്തത. ഇത് GDPയുടെ 3.1% എന്ന് പറഞ്ഞാൽ, GDP എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനത്തിൻ്റെ ഒരു സൂചികയാണ്. രാഷ്ട്രത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു സൂചികയാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതിന് വിപുലമായ അർത്ഥമുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ആ മൊത്തം വരുമാനത്തിൻ്റെ 3.1% ഇവിടെ കമ്മിയാണ്. 3.1 എന്ന് പറയുമ്പോൾ കുറച്ച് കാണരുത്, 10,000 ലക്ഷങ്ങളെടുത്തൊരു കോടിയോളം വരും. അത്രയും കമ്മിയാണ്. അപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് സാധനങ്ങൾ, നിത്യോപയോഗം എന്ന് പറയുമ്പോൾ പെട്രോളിയം മുതലായ സാധനങ്ങൾ, വ്യവസായത്തിന് വേണ്ട മെഷീനറി ഒന്നും ഇറക്കുമതി ചെയ്യാൻ നമുക്ക് പണമില്ലാത്ത അവസ്ഥ. അതാണ് ഇതായിരുന്നു 91-ല് PV നരസിംഹറാവു അധികാരത്തിൽ വരുമ്പോഴത്തെ അവസ്ഥ. ശരിക്കും സാർ, അന്ന് നമ്മുടെ ഖജനാവ് കമ്മിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ അടുത്ത സാമ്പത്തിക സൂചിക, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരാം. അടുത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യ വർഷം നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം. വരുമാനം വളരെ കൂടുതലും, വളരെ കുറവും, ചെലവ് വളരെ കൂടുതലും. അത് നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ 7% അവിടെ കമ്മിയാണ്. ഈ 7% നോക്കുമ്പോൾ ഭീമമായ തുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നത്. നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 7% ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്, ധനക്കമ്മിയാണ് രണ്ടാമത്തെ സൂചിക. മൂന്നാമത്തെ സൂചിക പണപ്പെരുപ്പം 13%. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന 13%. ഇന്നത് 5 ആണ്. അതാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. 91-ൽ നിന്ന് നമ്മൾ 2024 വരുമ്പോൾ, അതായത് ഒരു 33-34 വർഷം കൊണ്ട് അല്ലേ സാർ, നമ്മൾ 5.3 വന്നു. നമ്മുടെ വളർച്ച അന്ന് ഏകദേശം ഒരു 4-5% വാർഷിക വളർച്ച. ഇന്നും അത് ഇരട്ടിയിലേക്ക് മാറി വാർഷിക വളർച്ച ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ. മനസ്സിലായില്ലേ? നമ്മുടെ അന്നത്തെ നമ്മുടെ എക്കണോമിയുടെ സൈസ്, നമ്മുടെ വരുമാനത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ $266 ബില്യനാണ്. ബില്യൺ എന്ന് പറഞ്ഞാൽ 1.9 ഇടുന്നതാണ്. ഇന്നത് 3.9 ട്രില്യനാണ്. ട്രില്യൻ എന്ന് പറഞ്ഞാൽ 1.12 ഇടുന്നതാണ്. അങ്ങ് പറഞ്ഞില്ലേ,
195 ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ 5-ാം സ്ഥാനത്താണ്. ബ്രിട്ടൻ നമ്മുടെ പുറകിലാണ്. നമ്മുടെ മുകളിലുള്ളത് അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയുമാണ്. ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആളോഹരി പെർ ക്യാപിറ്റ ഇൻകം മറ്റൊരു പദമാണ്, ആളോഹരി വരുമാനം. അത് മൊത്തം വരുമാനവുമായിട്ട് ചേർത്താണ് പറയുന്നത്. 91-ൽ നമ്മുടെ ആളോഹരി വരുമാനം വളരെ കുറവാണ്, ഏകദേശം $367 ഈ മൊത്തം വരുമാനമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഇന്നത് $4000. വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടായ സാമ്പത്തിക പുരോഗതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയും അങ്ങ് ചോദിച്ച പോലെ ഇതിന് അടിസ്ഥാനം ഇട്ടത് ഇത്രയും തകർച്ച നേരിട്ടിരുന്ന നമ്മുടെ എക്കണോമിയിലേക്കാണ് നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരുന്നത്. നെഹ്റു ഫാമിലിയിൽ നിന്നല്ലാത്ത, ഹിന്ദി സംസാരിക്കാത്ത ഒരു പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഹിന്ദി അറിയാം. അദ്ദേഹത്തിന് 15 ഭാഷകൾ അറിയാം. വേറെ കാര്യം, ഹിന്ദി മാതൃഭാഷയല്ല. ഹിന്ദി ബെൽറ്റിൽ നിന്നല്ല, ഒരു ദക്ഷിണ ഭാരതത്തിൽ നിന്ന് കടന്നു വന്ന 15 ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. അദ്ദേഹം ഹിന്ദിയിലേക്ക്, തെലുങ്കിൽ നിന്ന് പ്രശസ്തമായ നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മറാത്തിയിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതൊക്കെ അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ധാരാളം സമയം എടുക്കും. അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബൃഹസ്പതി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, വൈസ്മാൻ. അതാണ് അദ്ദേഹത്തിന് പേര്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു ചാണക്യൻ എന്നാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് നമ്മൾ പ്രശസ്തമാക്കാത്ത ധാരാളം പേരുകൾ അദ്ദേഹമുണ്ട്. ഹീസ് ദി ആർക്കിടെക്ട് ഓഫ് വൈബ്രന്റ് ഇന്ത്യ, ചലനാത്മകമായ ഭാരതത്തിൻ്റെ ശില്പിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നാമധേയമുണ്ട്. ഇതൊന്നും ആരും എങ്ങനെയൊക്കെയോ പൊതുമണ്ഡലങ്ങളിൽ ഈ പേരുകളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ 91-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയാകുമ്പോൾ ഇതാണ് സാമ്പത്തിക അവസ്ഥ. നമ്മളൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുത്താൻ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ, രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളിനെ, ഇന്ന് ജയശങ്കർ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വേണമെന്ന് ഡോക്ടർ PC അലക്സാണ്ടർ, മലയാളിയായ PC അലക്സാണ്ടർ, ഇന്ത്യയുടെ വിധിഭാഗതയങ്ങളിൽ വലിയ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അവസാനം തഴയപ്പെട്ടു. അദ്ദേഹവുമായിട്ട് നരസിംഹറാവു ചർച്ച ചെയ്യുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു, IG പട്ടേൽ എന്ന റിസർവ് ബാങ്ക് ഗവർണറെ ധനകാര്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു. IG പട്ടേലിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നരസിംഹറാവുവിൻ്റെ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്, ഭൂരിപക്ഷമില്ല. ഈ എടുക്കേണ്ട തീരുമാനങ്ങൾ ഒരു വലിയ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്, ഘടനാപരമായ വലിയ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. ഈ തീരുമാനം എടുക്കാൻ ശക്തമായി ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ വേണം. നരസിംഹറാവുവിന് ആ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ നരസിംഹറാവു ധനകാര്യമന്ത്രിയായി കൊണ്ടുവരാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന IG പട്ടേലിനെയായിരുന്നു. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അടുത്ത ഓപ്ഷനായിട്ട് PC അലക്സാണ്ടർ മൻമോഹൻ സിംഗിനെയാണ് സജസ്റ്റ് ചെയ്തത്. മൻമോഹൻ സിംഗും അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇനി ഞാൻ പറയുന്നത്. മൻമോഹൻ സിംഗ് പിന്നീട് പ്രസംഗിച്ചു, എനിക്ക് നരസിംഹറാവുവിൻ്റെ ടെലിഫോൺ വരുന്നു. ആ ടെലിഫോണിൽ ചോദിക്കുന്നത് PC അലക്സാണ്ടർ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ ധനകാര്യമന്ത്രി ആകണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല, എന്തോ കാഷ്വലായിട്ട് സംസാരിച്ചായിട്ട് എടുത്തെന്ന് പറഞ്ഞു. അല്ല, ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് ഉടനെ വരണം, സത്യപ്രതിജ്ഞ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, ആക്സിഡൻ്റൽ ഫിനാൻസ് മിനിസ്റ്റർ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു തമാശ കൂടി പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്, ഘടനാപരമായ മാറ്റമാണ്, അങ്ങ് സപ്പോർട്ട് തരണം. പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ കണ്ടു തന്നിരിക്കുന്നു. ഈ നരസിംഹറാവു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, HRD മിനിസ്റ്ററായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു, വലിയ സ്ഥാനങ്ങൾ വഹിച്ച ആളാണ്. അദ്ദേഹത്തിന് ഈ 15 ഭാഷ എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹത്തിന് അന്നത്തെ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു, മിഷൻ ലാംഗ്വേജ് അറിയുന്ന ആളായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും കഴിവുമൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നെഹ്റു ഫാമിലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരാളായിരുന്നു. എന്തുകൊണ്ട് ഈ നരസിംഹറാവുവിന് ഡൽഹിയിൽ ഇന്നലെ വലിയ ചർച്ച നടന്നില്ലേ, അന്ത്യവിശ്രമം ഡൽഹിയിൽ കിട്ടിയില്ല അദ്ദേഹത്തിന്, അത് കാരണം. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കറണ്ട് അക്കൗണ്ടിലെ കമ്മി, ധനകാര്യ കമ്മി, പണപ്പെരുപ്പം, ആളോഹരി വരുമാനം കുറവ്, പെരുകുന്ന കടം. നമുക്ക് വിദേശത്തു നിന്ന് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വേണം, വിദേശ നാണ്യ കരുതൽ വേണം. അത് വെറും 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അതിന് തൊട്ട് തലേ വർഷം നമ്മൾ 47 ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച് പണം കടമെടുത്തു. കേട്ടിട്ടുണ്ട്. വളരെ അന്ന് വലിയ വിവാദമായ ഒരു സംഭവമാണ്. ട്രക്ക് കണക്കിന് സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയി. ഈ എക്കണോമിക് ഡിസിഷൻ ഏത് പാർട്ടി എടുത്താലും, BJP എടുത്താലും കോൺഗ്രസ് എടുത്താലും, അതെല്ലാം അൺപോപ്പുലർ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഇത് അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ വിദേശ നാണ്യ ശേഖരം 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ. വിദേശത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ള പണം അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സൂചികയുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എല്ലാ ഇടപാടുകളുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്.
ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ രാജ്യം അഭിവൃദ്ധി എക്കണോമിക്കലി സ്റ്റേബിൾ എന്നാണ്. അതും വളരെ ദയനീയം. അപ്പോൾ എല്ലാ സാമ്പത്തിക സൂചികകളും അതിദയനീയമായ രീതിയിൽ ഒരു തകർച്ചയുടെ സൂചനയിൽ എത്തി നിൽക്കുകയാണ്. 2-3 ആഴ്ചയ്ക്കകം ഇത് തകർന്നു പോകാം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എക്കണോമി തകർന്നു പോകാം. വലിയ സാമ്പത്തിക പ്രതിസന്ധി എക്കണോമി തകർന്നു കഴിഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ അറിയാമല്ലോ, നമ്മുടെ ചൈന അതിൻ്റെ ആക്രമണം വരും, രാജ്യത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടും, അസ്ഥിരമാവും, അനാർക്കി ഉണ്ടാവും. ഈ സമയം പാകിസ്ഥാൻ പോലും നമ്മളെ കയറി അതെ അവർക്ക് പട്ടിണിയാണെങ്കിൽ ഒരു ആക്രമിക്കുന്നതിന് അവർ പണം മാറ്റി വെക്കുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇവിടെ ചില മാറ്റങ്ങൾ വരുന്നത്. ആ മാറ്റങ്ങളാണ് അറിയപ്പെടുന്നത് ന്യൂ എക്കണോമിക് പോളിസി, NEP, NEP. വേറൊരു പേരുണ്ട് തന്നെ, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ 90-91 നടത്തിയ പരിഷ്കാരങ്ങളെ അറിയപ്പെടുന്നതാണ് LPG. ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. LPG ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. 90 വരെ നമ്മുടെ എക്കണോമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെട്ടിയടച്ച എക്കണോമിയായിരുന്നു. കുട്ടികളെ കൊള്ളത്തില്ല, ആരുമായിട്ട് മിണ്ടരുത്, സംസാരിക്കരുത്. ആ കുട്ടികൾ അങ്ങനെ ഒരു മുരടിച്ച രീതിയിൽ വളരാൻ സാധ്യതയല്ലേ. അതുപോലെ നമ്മുടെ എക്കണോമി കെട്ടിയടച്ചൊരു എക്കണോമിയായിരുന്നു. ലോകത്തുള്ള മറ്റ് സാമ്പത്തിക ബന്ധങ്ങളൊന്നും നമുക്കില്ല. നമ്മളിവിടെ ഈ ബ്രെഡ് മുതൽ ബിൽഡിംഗ് വരെ സർക്കാർ സ്ഥാപനങ്ങളാണ് ഉണ്ടാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിന്റെ കയ്യിൽ കെട്ടുന്ന വാച്ച് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ, സർക്കാർ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ ലിബറലൈസേഷൻ, ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് സ്വകാര്യവൽക്കരിച്ചു. ഹിന്ദുസ്ഥാൻ ലിവർ എടുത്തത്. അപ്പോൾ ആ മേഖലയിൽ ലിബറലൈസേഷൻ വന്നിട്ട് ഉദാരവൽക്കരണം വന്ന് ഗവൺമെന്റ് കൺട്രോളുകൾ, ലൈസൻസ് രാജ്യമെടുത്ത് കളഞ്ഞു. ഇല്ല, അതിനൊരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മൾ പണ്ടൊരു ടെലിഫോൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കാരായിരുന്നു ടെലിഫോൺ കൊടുത്തുകൊണ്ടിരുന്നത്. ടെലിഫോൺ മാനുഫാക്ചർ ചെയ്യാൻ IT എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനം, ടെലിഫോൺ പെർമിഷൻ തരുന്നത് ഗവൺമെൻറ്. മാസങ്ങളോളം കാത്തിരുന്ന് ടെലിഫോൺ അഡ്വൈസറി കമ്മിറ്റി ഇപ്പോൾ റെക്കമെൻഡേഷൻ ചെയ്ത് MPയുടെ ലെറ്റർ കൊടുത്ത് ആണ് ടെലിഫോൺ വരുന്നത്. അപേക്ഷിച്ച 2 കൊല്ലമൊക്കെ എടുത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ലിബറലൈസേഷന് ശേഷം ആ ടെലിഫോൺ ഇന്ന് പെട്ടിക്കടയിൽ പോയി ഒരു KYC കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അഡ്രസ് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ ഗവൺമെൻറ് സൈറ്റിൽ പോയി ആധാർ കാർഡ് ശരിയാണെന്ന് ചെക്ക് ചെയ്യും, അവിടെ വെച്ചൊരു വെബ് ക്യാമറ വെച്ച് ഫോട്ടോ കൊടുക്കും, ഫോൺ തരും. ഇതാണ് ലിബറലൈസേഷൻ്റെ നമുക്ക് വ്യക്തമായിട്ടുള്ളത്. ഇനി അടുത്തത് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. വ്യവസായങ്ങൾ മുഴുവൻ സർക്കാർ നേരിട്ട് നടത്തുക. സർക്കാരിൻ്റെ ഉൽപ്പാദനക്ഷമത നഷ്ടം. അന്നത്തെ ബഡ്ജറ്റുകളൊക്കെ കേന്ദ്ര ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ പ്രധാന വാർത്ത കേന്ദ്ര ബഡ്ജറ്റ് അനൗൺസ് ചെയ്തു. കേരളത്തിൽ വരുന്നത് FICTക്ക് ഇത്ര കോടി, കൊച്ചി റിഫൈനറിക്ക് ഇത്ര കോടി, പോർട്ടസിന് ഇത്ര കോടി. കാര്യം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഖജനാവിൽ നിന്ന് പണം കൊടുക്കണം. ആ പണത്തിന്റെ അളവാണ് നമ്മളന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് സാർ, ജനങ്ങളുടെ നികുതി പണം എടുത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്തിക്കൊണ്ടിരുന്ന ഒരു കാലമാണത്. നഷ്ടം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്നത് സബ്സിഡി കൊടുത്തത് ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഉദാഹരണത്തിന് FICTക്ക് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ പറയും വളത്തിൻ്റെ വില പറയുന്നത്. പക്ഷേ ഈ വളം ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പ്ലാന്റേഷൻസ് ആണ്. ടാറ്റ ടീയും മറ്റ് ഹാരിസൺ മലയാളം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർഷകന് കിട്ടുന്ന ഈ സബ്സിഡിയും വലിയ ആളുകൾക്ക് കിട്ടുന്ന ഇതൊക്കെയാണ് ഇതിൻ്റെ എക്കണോമിക്സ്. അപ്പോൾ ഇതാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ അവിടേക്ക് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് സ്വകാര്യ വ്യക്തികൾക്കും കഴിവുള്ളവർക്കും സാങ്കേതിക അറിവുള്ളവർക്കും ഇക്വിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതനുസരിച്ച് ഇതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു, പ്രവർത്തനക്ഷമത വർദ്ധിച്ചു, ക്വാളിറ്റിയുള്ള ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതാണ് പ്രൈവറ്റൈസേഷൻ. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. എയർ ഇന്ത്യ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ട് ഒരു വിമാന കമ്പനിയാണ്. അവിടെ ഉണ്ടായ നഷ്ടവും ഭീമമായ നഷ്ടവും അത് നഷ്ടം നികത്താൻ പൊതു ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതൊക്കെ നമുക്ക് അറിയുള്ളായിരുന്നു. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ടാറ്റയെ പറ്റി. ഇതാണ് സ്വകാര്യവൽക്കരണം ഉദാഹരണം. ഇനി അടുത്തത് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അതും ഒന്നുമല്ല, നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയത്തില്ലേ ലോകമേ തറവാടെന്ന് പറഞ്ഞാൽ, അതാണ് ഈ ഗ്ലോബലൈസേഷൻ. അതിർത്തികളില്ലാത്ത ബന്ധം. അതായത് നമ്മൾ പണ്ട് കേൾക്കും സോണി, ഒറ്റവാക്കി പറയാം സാർ, ലോകമേ തറവാട്. നമ്മൾ പണ്ട് പഴയ തലമുറ പറയും ജപ്പാനിൽ സോണി TV എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു TV ഉണ്ടെന്ന് നമ്മൾ സ്വപ്നം കാണുമായിരുന്നു. ഇന്ന് സോണി TV നമുക്ക് സോണി വേണോ സാംസങ് വേണോ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ ലോകത്തിൻ്റെ ഈ കമ്പോളത്തിൻ്റെ അതിരുകൾ മാറ്റുക, ഒറ്റ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘടനാപരമായ മാറ്റം ഭാരതത്തിൽ കൊണ്ടുവന്ന് ഇതാണ് എക്കണോമിയിൽ നരസിംഹറാവും മൻമോഹൻ സിംഗും വരുത്തിയ മാറ്റം. ഈ മാറ്റത്തിൽ നിന്നാണ് നമ്മുടെ സാമ്പത്തിക രംഗം അടുത്ത ഘട്ടത്തിലേക്ക് വളരാൻ തുടങ്ങിയതും ഇന്ന് നമ്മൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തി ആയി മാറും. പിന്നെ വേറെ കാര്യമുണ്ട്, അതിനുശേഷം ഈ മൻമോഹൻ സിംഗ് ഒക്കെ ഈ സാമ്പത്തികത്തിൽ നിന്ന് പിന്നോക്കം പോയി. കോൺഗ്രസിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ മൻമോഹൻ സിംഗിനും നരസിംഹറാവിനും ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനെ മുഖമില്ലാത്ത പരിഷ്കരണം, ഫേസ്ലെസ്
റിഫോംസ് എന്നൊക്കെ പക്ഷെ അപ്പോൾ പറഞ്ഞ് നരസിംഹറാവു ഉറച്ചു നിന്നു. നരസിംഹറാവു ഉറച്ചു നിന്നു. നരസിംഹറാവു കൊടുത്ത സപ്പോർട്ട് കൊണ്ടാണ് മൻമോഹൻ സിംഗ് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് നിരാശ വരും. അതെ, ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നരസിംഹറാവുവിൻ്റേത് കൂടിയാണ്. അല്ലെങ്കിൽ നെഹ്റുവിൻ എക്കണോമി എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ ധനകാര്യമന്ത്രിമാരുടെ പേരൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മൻമോഹൻ സിംഗിനെക്കാൾ നരസിംഹറാവുവിനേക്കാൾ കൂടുതൽ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. മൻമോഹൻ സിംഗിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ നരസിംഹറാവുവാണ് നമ്മുടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ കാരണം. അദ്ദേഹം അറിയാമായിരുന്നു ഇത് അനിവാര്യമാണെന്ന്. അതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് വിദഗ്ധനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. സാർ, അങ്ങ് വളരെ വിലപ്പെട്ട അറിവുകളാണ് പങ്കുവച്ചത്. കാരണം ഈ 90കളിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സാമ്പത്തിക ഉന്നതിയും തമ്മിലുള്ള വ്യത്യാസം ആനയും ആടും പോലെയുള്ള വ്യത്യാസമാണ്. അത് വളരെ മനോഹരമായി, വളരെ ലളിതമായി അങ്ങ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു. നമുക്കൊരു രാഷ്ട്രത്തിന് വേണ്ടത് നമുക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, ഇത് സർക്കാർ ഉറപ്പാക്കി കഴിഞ്ഞാൽ എല്ലാ പുരോഗതിയും ഈ പറഞ്ഞ പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായ രാജ്യത്തുണ്ടാകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അന്ന് 90കളിൽ തുടങ്ങിയ സാമ്പത്തിക പരിഷ്കരണം ഇപ്പോൾ നരേന്ദ്രമോദി വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യം ഇനിയും കുതിച്ചുയരട്ടെ, 1ാം സ്ഥാനത്തെത്തട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാം, ആശംസിക്കാം.